ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോം വേൾഡ് വിത്ത് SKS. മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അക്കൗണ്ട്സ് ഫോർ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിലെ ട്രീറ്റ്മെന്റ് ഓഫ് പെക്യുലർ ഇനങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനിലെ ലാസ്റ്റ് എപ്പിസോഡായിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏകദേശം 15ഓളം ഇനങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻ മെയിൻ സെക്ഷനായിട്ടും അതിൻ്റെ സബായിട്ടും എല്ലാം ഉൾപ്പെടുത്തി നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെയുള്ള ഇനങ്ങളെക്കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഒരല്പം സ്ലോ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് യാതൊരു നിരാശയും എനിക്കില്ല. കാരണം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള, നാളെ നിങ്ങൾക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ളതിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് തന്നെയാണ് ഓരോ സ്ലൈഡുകളും ഞാൻ ഇതിലേക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. ആ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എത്രത്തോളം അത് എഫക്റ്റീവ് ആക്കാൻ സാധിക്കുമോ അത്രത്തോളം ഞാൻ ശ്രദ്ധിക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ചെറിയ ഡിലേ വന്നു പോകുന്നത്. എന്നാലും അവതരിപ്പിക്കുന്ന കണ്ടന്റ് എത്രത്തോളം നിങ്ങൾക്ക് ഫലവത്തായിട്ട് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു, നിങ്ങൾക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, അതിനെ മാത്രമാണ് ഞാൻ മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി സമയം എടുത്തായാലും കണ്ടന്റ് വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത്. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം കൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്നതിലല്ല, നാളെ നിങ്ങൾക്ക് ഈ പഠിച്ചത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അടുത്ത ചാപ്റ്ററിലോട്ടുള്ള വീഡിയോസ് വരെ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു. നമുക്കതിലേക്ക് എത്താനായിട്ട് ഇനിയും സമയമെടുക്കും. ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ പരമാവധി അതിനെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വിഷയ സംബന്ധമായിട്ടുള്ള ഒരു സംശയവും നിങ്ങളുടെ മനസ്സിൽ ബാക്കി നിൽക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് തന്നെയാണ് ഇതിൻ്റെ കണ്ടന്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതും. ആ ഒരു ഡിലേ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാലും പരമാവധി നമ്മൾ കണ്ടന്റ് കവർ ചെയ്ത് തന്നെ പോവും. ഒരു ടോപ്പിക്ക് പോലും വിട്ടുപോകാതെ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പരമാവധി ശ്രമം കൂടി ഞാൻ നടത്തുന്നുണ്ട്. സോ ആ ഒരു റീസൺ കൊണ്ടുണ്ടാവുന്ന ഇത്തരം ഡിലേ നിങ്ങൾ ഉൾക്കൊള്ളുന്നതിനെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതിൽ നമ്മുടെ ലാസ്റ്റ് 2 ഇനങ്ങളെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ട്രീറ്റ്മെന്റ് ഓഫ് പെക്യുലർ ഐറ്റത്തിൽ ഒരു ഇനമാണ് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. ദെൻ അതിനെ തുടർന്ന് കുറച്ച് കാൽക്കുലേഷൻസ് കൂടി ഡിമാൻഡ് ചെയ്യുന്ന സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഇനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു എപ്പിസോഡും കൂടി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഒരുവിധം എല്ലാ പെക്യുലർ ഇനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ നടത്തി കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്തിടുക. സോ വി വിൽ മൂവ് ഓൺ ടു ദ ടോപ്പിക്. The last episode among the treatment of peculiar item from accounts for non-profit making organizations. Let us start the topic. Thank you. Students, നമ്മുടെ ഒന്നാമത്തെ ഇനമായിട്ട് ഈ ടോപ്പിക്കിൽ അവതരിപ്പിക്കുന്നത് ഗസ്റ്റ് ഫീസ് ആണ്. സോ വാട്ട് ഈസ് ഗസ്റ്റ് ഫീസ്? നമുക്കറിയാം, അതിഥികളിൽ നിന്നും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസിന്റെ പ്രത്യേക സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് കളക്ട് ചെയ്യുന്ന ഫീസാണ് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിൽ സ്ഥിര മെമ്പേഴ്സ് എൻജോയ് ചെയ്യുന്ന ഇത്തരം സർവീസസ് അതിഥികൾ എന്നുള്ള നിലയിൽ അവിടെ എത്തുന്നവർക്കും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ സേവനങ്ങൾക്ക് പകരം ഇവർ ഈടാക്കുന്ന ഫീസിനെയാണ് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. ഇത്തരം ക്ലബ്ബുകളിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വേണമെങ്കിൽ അവരുടെ ഗെയിം സോൺ ഉപയോഗിക്കാം. അതുപോലെ ഇത്തരം സ്ഥാപനങ്ങളുടെ റൂം ഫെസിലിറ്റീസ് ഇവരുടെ ഫ്രഷപ്പും കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ലൈബ്രറി റൂം ഇവർക്ക് താൽക്കാലികമായിട്ട് അവർക്ക് ഉപയോഗിക്കാം. സോ ഇങ്ങനെയുള്ള സ്ഥിരം അംഗങ്ങൾ എൻജോയ് ചെയ്യുന്ന ക്ലബ്ബുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സേവനങ്ങൾ അതിഥികളായി എത്തുന്നവർ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം നൽകുന്ന ഫീസാണ്, അഥവാ പകരം സ്ഥാപനങ്ങൾ ചാർജ് ചെയ്യുന്ന ഫീസിനെയാണ് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫീസ് ഇത്തരം സ്ഥാപനങ്ങളുടെ ഒരു പ്രധാന വരുമാനമാണ്. അത് എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് us discuss how the guest fees is treated in the non-profit making organizations. Item number 13, guest fees. അതിഥികളിൽ നിന്നും നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ഇത്തരം ക്ലബ്ബുകളും മറ്റ് സ്ഥാപനങ്ങളും ചില അവസരങ്ങളിൽ കളക്ട് ചെയ്യുന്ന ഫീസിനെയാണ് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. The amount charged from guest for enjoying the facilities of clubs or such organizations on a temporary basis. സ്ഥിരം മെമ്പേഴ്സ് അനുഭവിക്കുന്ന ഇത്തരം സൗകര്യങ്ങൾ അതിഥികളായിട്ട് വരുന്നവർ പ്രയോജനപ്പെടുത്തുമ്പോൾ അവർ
സ്ഥാപനത്തിലേക്കായിട്ട് നൽകുന്ന ഈ ഫെസിലിറ്റിക്ക് പകരം കൊടുക്കുന്ന ഫീസിനെയാണ് ഗസ്റ്റ് ഫീസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ സൗകര്യങ്ങളെ ഗസ്റ്റ് എന്നുള്ള നിലയിൽ അവിടെ എത്തുന്നവർ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുമ്പോൾ, അതായത് സ്ഥിരം മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇത്തരം സൗകര്യങ്ങൾ അതിഥികൾക്കും കൂടി ലഭ്യമാക്കി കൊടുക്കുമ്പോൾ അവർ സ്ഥാപനത്തിന് നൽകേണ്ട ഫീസാണ് ഗസ്റ്റ് ഫീസ്. സോ ക്ലബ്ബുകളുടെയും ഇത്തരം സ്ഥാപനങ്ങളുടെയും സൗകര്യങ്ങൾ താൽക്കാലികമായിട്ട് വരുന്ന അതിഥികൾ പ്രയോജനപ്പെടുത്തുന്നതിന് സ്ഥാപനം കളക്ട് ചെയ്യുന്ന ഫീസാണ് ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്നത്. അത് ഓരോ സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങളായിരിക്കാം ഇവർക്ക് പ്രദാനം ചെയ്യുന്നത്. ആ സർവീസസിന് പകരം കൊടുക്കേണ്ട ഫീസിനെ ഗസ്റ്റ് ഫീസ് എന്ന് നമുക്ക് വിളിക്കാം. അതെങ്ങനെയാണ് അക്കൗണ്ടിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഗസ്റ്റ് ഫീസ് എന്ന് പറയുന്ന ഒരു ഇനം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ അതോ ബാലൻസ് ഷീറ്റിലാണോ രേഖപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ഇത്തരം ഗസ്റ്റ് ഫീസ് നോർമലി റവന്യൂ ഇൻകം ആയിട്ട് തന്നെയാണ് ഈ സ്ഥാപനങ്ങൾ പരിഗണിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റവന്യൂ റെസീപ്റ്റ് ആയിട്ട് തന്നെ പരിഗണിച്ച് രേഖപ്പെടുത്തി കാണിക്കുന്നു. സോ സച്ച് ഗസ്റ്റ് ഫീസ് ആർ റെക്കോർഡഡ് ഓൺ ദ credit side of income and expenditure account, treating it as a revenue income. ഗസ്റ്റ് ഫീസ് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. The next and the last item we are discussing here is special purpose fund. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ്പെൻഡിച്ചർ സ്റ്റോക്ക് ഐറ്റം പോലെ തന്നെ ചില കാൽക്കുലേഷൻസ് ആവശ്യപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. ആദ്യം അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. വട്ട് ഈസ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്? ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ചില പ്രത്യേക പർപ്പസിലേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഡൊണേഷൻ ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫണ്ടാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഡൊണേഷൻ ഫോർ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ടാണ്. ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിലേക്കായിട്ട് നമ്മൾ സ്വീകരിച്ച ഡൊണേഷൻസ് ആണ് ഡൊണേഷൻ ഫോർ ബിൽഡിംഗ്. So in that sense we can say that donation for building is also a special purpose fund. So the funds created for special purposes is called a special purpose fund. ഒരു സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ച് അവരുടെ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് അവർ കളക്ട് ചെയ്യുന്ന ഫണ്ടിനെ നമുക്ക് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് വിശേഷിപ്പിക്കാം. സോ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിന്റെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ഇത്തരം ഫണ്ടുകൾ സൂചിപ്പിക്കുന്നതും. ക്യാപിറ്റൽ ഫണ്ടിന്റെ തൊട്ട് ചേർന്ന് അതിനോടൊപ്പം ആഡ് ചെയ്ത് പ്രത്യേക ഹെഡിങ്ങിലായിട്ട് തന്നെയാണ് അതാത് ഫണ്ടുകൾ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ടൂർണമെന്റ് ഫണ്ട്, പ്രൈസ് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളെല്ലാം ആ പർപ്പസിന് വേണ്ടി കളക്ട് ചെയ്ത ഫണ്ട് ആയതുകൊണ്ട് ആ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്നുള്ള പേരിൽ തന്നെ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഒരു ക്യാപിറ്റൽ റെസീപ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടുമായിട്ട് അനുബന്ധപ്പെട്ട് ചില ഇൻകംസും അതുപോലെ തന്നെ ചില എക്സ്പെൻസുകളും ഒക്കെ സംഭവിക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഒരു ടൂർണമെന്റ് ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ച് ആ ടൂർണമെന്റ് നടത്താനായിട്ടുള്ള ചെലവുകളും വരാം. അതുപോലെ ആ ടൂർണമെന്റ് നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനവും ആ ക്ലബിന് രേഖപ്പെടുത്തേണ്ടി വരാം. സോ ഇത്തരം ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഈ ഇനങ്ങളിലുള്ള ഇൻകംസും അതുപോലെ തന്നെ എക്സ്പെൻസുകളും എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? നോർമലി നമ്മൾ ഈ എക്സ്പെൻസുകളും ഇൻകവും കാണിക്കുന്ന ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ തന്നെയാണോ അത് ഡെബിറ്റും ക്രെഡിറ്റുമായിട്ടൊക്കെ ചെയ്യേണ്ടത്, അതോ ഈ ഒരു ഇനവുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും പ്രത്യേകത ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിനെ സംബന്ധിച്ചുള്ള ഒന്ന് രണ്ട് ഇലസ്ട്രേഷൻസും കൂടി ഈ ടോപ്പിക്കിന്റെ ഒപ്പം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു കാൽക്കുലേഷൻ കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എങ്ങനെ ഡീൽ ചെയ്യും, എങ്ങനെ റെക്കോർഡ് ചെയ്യും, അതിന്റെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണ്, അതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, അതിൽ നിന്നും ഡിഡക്ട് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, അത്തരം ഫണ്ടുകൾ എവിടെയെങ്കിലും നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ആ നിക്ഷേപത്തെ നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത് തുടങ്ങിയതിനെ കുറിച്ചുള്ള വിശദമായിട്ടും വ്യക്തമായിട്ടുമുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. സോ ലെറ്റ് us മൂവ് ഓൺ ടു ദ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. ഐറ്റം നമ്പർ 14 സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് അഥവാ സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് വിളിക്കാം. ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രത്യേക ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട്
ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഫോർ സർട്ടൻ സ്പെസിഫിക് പർപ്പസസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതിൽ എൻഡോമെന്റ് ഫണ്ട് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് ഫണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൂർണമെന്റിന് വേണ്ടി ഒരു ക്ലബിന് ഇത്തരത്തിലുള്ള ഫണ്ട് റേസ് ചെയ്യാം. മാച്ച് ഫണ്ടെന്നും സ്പോർട്സ് ഫണ്ടെന്നും ഒക്കെ അതിന് പേര് നൽകാം. പ്രൈസുകൾ അഥവാ ഉപഹാരങ്ങൾ നൽകാനായിട്ട്, അവാർഡുകൾ നൽകാനായിട്ടുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടാം. ചാരിറ്റി പർപ്പസിന് വേണ്ടിയുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിനെല്ലാം ഈ പ്രത്യേക ആവശ്യങ്ങളിലേക്കായിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫണ്ട് ആയതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. സോ എക്സാമ്പിൾസ് ഫോർ സച്ച് ഫണ്ട്സ് ആർ ടൂർണമെന്റ് ഫണ്ട് ഓർ സ്പോർട്സ് ഓർ മാച്ച് ഫണ്ട്, ദെൻ പ്രൈസ് ഓർ അവാർഡ് ഫണ്ട്സ്, ചാരിറ്റി ഫണ്ട്സ്, എക്സെട്ര. സോ ദേ ആർ ക്രിയേറ്റഡ് ഫോർ സർട്ടൻ സ്പെസിഫിക് പർപ്പസസ്. ഫിഗർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ മാച്ച് ഫണ്ടിനും പ്രൈസ് ഫണ്ടിനും ഒക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഫണ്ടാണ്. ഈ ഫണ്ട്, ഈ സ്ഥാപനങ്ങൾ പുറമെ നിക്ഷേപം നടത്താം. ദിസ് ഫണ്ട് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റീസ്. പുറമേയുള്ള നിക്ഷേപ പദ്ധതികളിൽ ഈ ഫണ്ട് അവർക്ക് പ്രയോജനപ്പെടുത്താം. ആ ഫണ്ടിന്റെ ഇത്തരം നിക്ഷേപങ്ങളിലൂടെ കിട്ടുന്ന ഇൻകം സാധാരണഗതിയിൽ ഇൻകം ആയതുകൊണ്ട് അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം ആയിട്ട് രേഖപ്പെടുത്തുകയാണ് പതിവ്. അതുപോലെ തന്നെ ഈ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ നേരിടുന്ന എക്സ്പെൻസുകളെ നോർമലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എവിടെയാണോ രേഖപ്പെടുത്തി കാണിക്കുന്നത് ആ ഫണ്ടിന്റെ ഒപ്പം തന്നെയാണ് ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകംസും അതുപോലെ തന്നെ ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനം നേരിടുന്ന ഇത്തരം ചെലവുകളും നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്ന പ്രത്യേക ആവശ്യത്തിലേക്കായിട്ട് നമ്മൾ കളക്ട് ചെയ്യപ്പെട്ട, സ്വരൂപിക്കപ്പെട്ട ഫണ്ടുകൾ പുറമേ നമ്മൾ നിക്ഷേപം നടത്തി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം, അതുപോലെ തന്നെ ആ ഫണ്ടിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട ചെലവുകളെയുമെല്ലാം ഫണ്ട് രേഖപ്പെടുത്തുന്ന സൈഡിൽ തന്നെയാണ് കാണിക്കുന്നത്. പ്രത്യേകമായിട്ട് ഈ ഇൻകത്തെയും അതുപോലെ എക്സ്പെൻസുകളെയും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റും ഡെബിറ്റും ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ അടുത്ത ചോദ്യം, സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടതെന്നുള്ളതാണ്. സോ നമുക്ക് നോക്കാം, സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എവിടെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ദീസ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്സ് ആർ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആയല്ലോ? സച്ച് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്സ് ആർ റെക്കോർഡഡ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകളായിട്ടുള്ള ടൂർണമെന്റ് ഫണ്ട് അഥവാ മാച്ച് ഫണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകൾ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത്തരം ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഏൺ ചെയ്യുന്ന ഇൻകം, അതുപോലെ തന്നെ ഇത്തരം ഫണ്ടുകളുമായിട്ട് നമ്മൾ നേരിടുന്ന ചെലവുകൾ, ആ പർപ്പസിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന മറ്റ് ചെലവുകളെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡിലും എക്സ്പെൻഡിച്ചർ സൈഡിലും കാണിക്കുന്നതിന് പകരം സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എവിടെയാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ഈ ഫണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് തന്നെയാണ് ഇതിന്റെ ഇൻകവും എക്സ്പെൻസുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇൻകം ജനറേറ്റഡ് ഫ്രം സച്ച് ഫണ്ട്സ് ആൻഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ടുവേർഡ്സ് സച്ച് ഫണ്ട്സ് ആർ ഓൾസോ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് ആൻ അഡീഷൻ ആൻഡ് ഡിഡക്ഷൻ ടു സച്ച് ഫണ്ട്സ്. അപ്പോൾ ഇൻകം ആണെങ്കിൽ ഇത്തരം ഫണ്ടുകളുടെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നു, എക്സ്പെൻസുകളെ ഇത്തരം ഫണ്ടുകളിൽ നിന്നും ലെസ് ചെയ്തും കാണിക്കുന്നു. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്നുള്ള പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടുകൾ നോർമലി നമ്മൾ കാണിക്കുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. ആ ഫണ്ട് കാണിക്കുന്ന അതേ സൈഡിൽ തന്നെയാണ് ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകംസും
നേരിടുന്ന എക്സ്പെൻസുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഇൻകം ആണെങ്കിൽ അത് ആ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കുന്നു. എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഫണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. സോ ദ ബാലൻസ് സ്റ്റുഡ് ഇൻ ദ ഫണ്ട് ഈസ് ടു ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഇൻ ദ ഔട്ടർ കോളം. ക്ലിയർ ആയല്ലോ? അതായത് ഈ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യപ്പെട്ട ഇൻകംസും ഡിഡക്റ്റ് ചെയ്യപ്പെട്ട എക്സ്പെൻസുകളും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മിച്ചമുള്ള ഫണ്ടിലെ തുകയാണ് ബാലൻസ് ഷീറ്റിന്റെ ഔട്ടർ കോളത്തിൽ നമ്മൾ ആ ഫണ്ടിന്റെ തുകയായിട്ട് രേഖപ്പെടുത്തി കാണിക്കുന്നത്. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിന്റെ കൂടുതൽ വശങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ദ ഇൻകം ഏൺഡ് ഫ്രം സച്ച് ഫണ്ട്സ് ആർ ആഡഡ് ടു സച്ച് ഫണ്ട്സ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ടുവേർഡ് സച്ച് പർപ്പസസ് ആർ ഡിഡക്റ്റഡ് ഫ്രം സച്ച് ഫണ്ട്സ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇൻകം ആയാലും എക്സ്പെൻസുകളായാലും ഫണ്ട് കാണിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നെ ആ ഫണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തും ആഡ് ചെയ്തും നമ്മൾ രേഖപ്പെടുന്നു. അതായത് ഇൻകംസ് ആണെങ്കിൽ ആഡ് ചെയ്യുന്നു, എക്സ്പെൻസുകളാണെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കുന്നു. ഫണ്ടിൽ മിച്ചമുള്ള തുക ബാലൻസ് ഷീറ്റിന്റെ ഔട്ടർ കോളത്തിൽ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുകയും ചെയ്യും. ദ ഇൻവെസ്റ്റ്മെന്റ്സ് മെയ്ഡ് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഫണ്ടുകളെ സ്ഥാപനങ്ങൾക്ക് പുറമേ നമുക്ക് നിക്ഷേപം നടത്താം. അങ്ങനെ നിക്ഷേപം നടത്തുന്ന ആ ഇൻവെസ്റ്റ്മെന്റ്സിനെ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രത്യേകം രേഖപ്പെടുത്തി കാണിക്കുകയും ചെയ്യുന്നു. So let us move on to the recording of such special purpose fund in the balance sheet. So in the balance sheet we have to show such special purpose fund on the liability side. സ്പെഷ്യൽ പർപ്പസ് ഫണ്ടായിട്ടുള്ള ടൂർണമെന്റ് ഫണ്ടും അതുപോലെ പ്രൈസ് ഫണ്ടും തുടങ്ങിയ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഫണ്ട് ലയബിലിറ്റി സൈഡിൽ ആ ഹെഡിൽ തന്നെ രേഖപ്പെടുത്തി കാണിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടി ഓർക്കുക, ഇത്തരം ഫണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ഈ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നു. സോ ദ ഇൻകം ഫ്രം സച്ച് ഫണ്ട്സ് ആർ ആഡഡ് ടു സച്ച് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്സ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്ലബ്ബ് ടൂർണമെന്റ് ഫണ്ട് കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ടൂർണമെന്റ് നടത്തുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം, ടൂർണമെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന ഇൻകം ഈ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നു. ടൂർണമെന്റിന്റെ നടത്തിപ്പിലേക്കായിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ചെലവാക്കപ്പെടുന്ന തുക എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ഈ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടായിട്ടുള്ള ഫണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നു. So this is the overall view of the special purpose fund treatment. സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തുന്നു. ആ ഫണ്ടിനോടൊപ്പം ആ ഫണ്ട് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകംസ് ആഡ് ചെയ്യുന്നു. ആ ഫണ്ടിൽ നിന്നും നമ്മുടെ കയ്യിൽ നിന്നും ചെലവാക്കപ്പെട്ട ഇനങ്ങളുണ്ടെങ്കിൽ അതിനെ ഡിഡക്റ്റ് ചെയ്തും കാണിക്കുന്നു. ബാലൻസ് ഇൻ സച്ച് ഫണ്ട്സ് after adjusting the income as well as the expenses should be shown on the outer column of the liability side. Okay. So the balance available in such funds after adjusting the income as well as expenses should be shown on the amount column of the balance sheet as the amount outstanding on such funds. Clear ആയെന്ന് വിശ്വസിക്കുന്നു. സോ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് പരിശോധിക്കാം. See the question. Show how you would deal with the following items in the financial statements of a club. ഒരു ക്ലബിന്റെ താഴെ പറയുന്ന ഇനങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അഥവാ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്. ഓരോ ഇനങ്ങളായിട്ടൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് വൺ ഗിവൺ ഈസ് പ്രൈസ് ഫണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ പർപ്പസ് എന്ന് പറയുന്നത് പ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിലേക്കായിട്ട് കളക്ട് ചെയ്യുന്ന ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. 80,000 രൂപ. നമുക്കറിയാം ഇത്തരം ഫണ്ടുകൾ നമ്മളെ സംബന്ധിച്ച് ഒരു ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റിയുടെ ബാലൻസ് ആയിട്ടുള്ള ഈ എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തി കാണിക്കുന്നത്. ഫണ്ടുകൾ ലയബിലിറ്റി ആണ്. അപ്പോൾ ഈ 80,000 rupees നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് എവിടെയാ? We have to show this amount on the liability side of the balance sheet. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഫണ്ടുകളെ കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ്. ഇനി മറ്റ് ഇനങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ദ സെക്കൻഡ് ഐറ്റം ഈസ് പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. ഈ പ്രൈസ് ഫണ്ട് നമ്മൾ പുറമെ നിക്ഷേപം നടത്തുവാണ്, ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നോർമലി അതൊരു അസറ്റ് ആയിട്ട് മാറുവാണ്. സോ ബീങ് ആൻ അസറ്റ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് കോളം. സോ ദിസ് 80,000 rupees we have to show as a separate item on the asset side of the balance sheet.
ഫണ്ട് ലയബിലിറ്റി ആയിട്ട് രേഖപ്പെടുത്തി കാണിക്കുമ്പോൾ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻഫർമേഷനെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി അടുത്ത ഇനം എന്താ നോക്കിക്കേ. പ്രൈസ് ഫണ്ട് ഇത്തരത്തിൽ നിക്ഷേപം നടത്തിയതിലൂടെ നമുക്ക് കിട്ടിയ ഇൻകത്തെ കുറിച്ച് പറയുന്നുണ്ട്. 8,000 റുപ്പീസ്. അത് നമുക്ക് കിട്ടിയ ഇൻകമാണ് ഫണ്ടിന്റെ നിക്ഷേപത്തിലൂടെ. സോ നമ്മൾ പഠിച്ചത് എങ്ങനെയാ, ഈ ഫണ്ടിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഇത്തരം ഇൻകംസ് ഉണ്ടെങ്കിൽ ആ ഇൻകംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം ആയിട്ടല്ല ക്രെഡിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്, മറിച്ച് ഫണ്ടുകൾ എവിടെയാണോ നമ്മൾ രേഖപ്പെടുത്തുന്നത് അവിടെ തന്നെ ആ ഫണ്ടിനോടൊപ്പം ഇൻകംസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കാണിക്കണം. സോ ദിസ് ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ₹8,000 ഹാവ് ടു ബി ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ് liability side as an addition to such price fund. And the last item, prices awarded കുറിച്ച് പറയാണ്. ദാറ്റ് മീൻസ് 6,000 രൂപയുടെ സമ്മാനങ്ങളാണ് നമ്മൾ ഈ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ബിലോങ്സ് ടു എക്സ്പെൻസസ്. സോ പ്രൈസസ് അവാർഡ് ചെയ്ത വകയിൽ നമുക്ക് ചിലവായ ഈ 6,000 രൂപ, അതായത് ഫണ്ടിൽ നിന്നും നമുക്ക് കൊടുക്കേണ്ടി വന്ന ഈ 6,000 രൂപ എക്സ്പെൻസ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിലല്ല കാണിക്കുന്നത്, പകരം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഫണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 4 കാര്യങ്ങളെക്കുറിച്ചുള്ള ട്രീറ്റ്മെന്റ് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ഫണ്ട് വി ഹാവ് ടു ഷോ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് എ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്, ആൻഡ് ദ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഈസ് ടു ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. The income from price fund investment, that is the income generated or created out of the investment made, should be added to the price fund and to be shown on the liability side of the balance sheet. And the prices awarded, that is the expenses incurred towards this purpose, ₹6,000, should be shown on the balance sheet liability side as a deduction from such price fund. Clear ആയെന്ന് വിചാരിക്കുന്നു. സോ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിന്റെ മേൽ പറഞ്ഞ ഉദാഹരണം നമ്മൾ ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും അതുപോലെ തന്നെ അസറ്റ് സൈഡിലും ഏതൊക്കെ ഇനങ്ങളാണ് രേഖപ്പെടുത്തി കാണിക്കേണ്ടതെന്നൊന്നുകൂടി നമുക്ക് വ്യക്തമാക്കാം. ആദ്യ ഇനമായിട്ടുള്ള പ്രൈസ് ഫണ്ട് നമ്മൾ പഠിച്ചു. ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആസ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ട്. Here the special purpose is to give prices, so the name is given as price fund. Price fund ആയിട്ട് 80,000 രൂപ നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇന്നർ കോളത്തിൽ ഇത് കാണിക്കാൻ പറ്റൂ, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ചില അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്കുണ്ട്. ചില ഇനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, ചില ഇനങ്ങൾ ലെസ് ചെയ്യാനുള്ളത് കൊണ്ട് ഇന്നർ കോളത്തിൽ തന്നെയാണ് ഈ തുക നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ഇനി നമ്മൾ പഠിച്ചത് എന്താ, ആ ഫണ്ടിന്റെ ഒപ്പം ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, ഈ ഫണ്ട് പ്രയോജനപ്പെടുത്തി നമ്മൾ നേടിയ ഇൻകംസ് ഉണ്ടെങ്കിൽ ഈ ഫണ്ടിനോടൊപ്പം നമ്മൾ ബാലൻസ് ഷീറ്റിൽ തന്നെ അഥവാ ലയബിലിറ്റി സൈഡിൽ തന്നെ ആ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ 8,000 റുപ്പീസ് ഇൻകം ഫ്രം പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം നടത്തിയ വകയിൽ നമുക്ക് വരുമാനമായിട്ട് 8,000 റുപ്പീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കാതെ തന്നെ ഈ ഫണ്ടിനോടൊപ്പം ഇവിടെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നെ അതിനോടൊപ്പം ആഡ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 88,000 ആയിട്ട് മാറുകയാണ്. ഇനി അടുത്തത് പറയുന്നത് ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരിട്ട ചെലവുകളാണ്. പ്രൈസസ് അവാർഡ് ചെയ്ത വകയിൽ ഈ ഫണ്ടിൽ നിന്നും നമുക്ക് നേരിട്ട ചെലവെന്ന് പറയുന്നത് 6,000 രൂപയാണ്. ഈ 6,000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിൽ ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നതിന് പകരം ഈ ഫണ്ട് രേഖപ്പെടുത്തി കാണിക്കുന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ തന്നെ ആ ഫണ്ടിൽ നിന്നും എന്ത് ചെയ്ത് കാണിക്കണം, ലെസ് ചെയ്ത് കാണിക്കുക. സോ ദ പ്രൈസസ് അവാർഡഡ് ഓർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫ്രം this fund should be deducted from the fund on the liability side itself, that is 6,000 rupees 88,000 നിന്നും നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കുന്നു. So the balance available in the price fund will become 88,000 minus 6,000, that is 82,000. That should be shown on the outer column of the liability side. ഇനി ഒരു ഇനം കൂടി നമുക്ക് രേഖപ്പെടുത്താനുണ്ടല്ലോ. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഈ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ ആ ഫണ്ട് മറുവശത്ത് അസറ്റ് സൈഡിൽ നമ്മൾ പ്രൈസ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ള പേരിൽ തന്നെ 80,000 റുപ്പീസ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തി കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇതിന്റെ രേഖപ്പെടുത്തലുകൾ എങ്ങനെയാണ് വന്നതെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
പ്രൈസ് ഫണ്ട് എന്ന് പറയുന്ന ഇവിടുത്തെ നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ രേഖപ്പെടുത്തി. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ ഇൻകം എന്ന് പറയുന്ന 8,000 റുപ്പീസ് ആ ഫണ്ടിനോടൊപ്പം ലയബിലിറ്റി സൈഡിൽ തന്നെ ആഡ് ചെയ്ത് കാണിക്കുന്നു. പ്രൈസസ് കൊടുത്ത വകയിൽ നമുക്ക് നേരിട്ട 6,000 രൂപയുടെ ചെലവ് ഈ ഫണ്ടിൽ നിന്നും ലയബിലിറ്റി സൈഡിൽ തന്നെ ഡിഡക്റ്റ് ചെയ്തും കാണിക്കുന്നു. ഫണ്ട് ഇനത്തിൽ മിച്ചമുള്ള ബാക്കി തുക നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിന്റെ ഔട്ടർ കോളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കുന്നു. അതിവിടെ 82,000 റുപ്പീസ് ആണ്. ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ നടത്തിയതിനെ അസറ്റ് സൈഡിൽ പ്രത്യേകം ഒരു ഇനമായിട്ട് തന്നെ രേഖപ്പെടുത്തി കാണിക്കുന്നു. ഈ രീതിയിലാണ് ബാലൻസ് ഷീറ്റിൽ പ്രൈസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇനങ്ങളെ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ബാലൻസ് ഷീറ്റ് ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും വരയ്ക്കാത്തത് കൊണ്ടാണ് ഒരു സൈഡിൽ 82,000 മറുവശത്ത് 80,000 ആയിട്ട് നിൽക്കുന്നത്. കാരണം ഒരു ഇനവുമായിട്ട് ബന്ധപ്പെട്ട രേഖപ്പെടുത്തൽ മാത്രമേ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നടത്തിയിട്ടുള്ളൂ. ബാക്കി ഇനങ്ങളും കൂടി കംപ്ലീറ്റ് ആകുന്ന മുറയ്ക്കാണ് ബാലൻസ് ഷീറ്റിന്റെ രണ്ട് സൈഡും തുല്യമാകുന്ന ഒരു അവസ്ഥയിലോട്ട് നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. സോ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ഉദാഹരണത്തിലോട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലെറ്റ് us go through the question. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചേക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ പാർട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് നോക്കാം. ഷോ ദ ഫോളോവിങ് ഇൻഫർമേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. താഴെ പറയുന്ന ഇനങ്ങളെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ഒന്നാമത്തെ ചോദ്യം. ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് നൽകിയേക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മാച്ച് ഫണ്ട് എന്ന് പറഞ്ഞ ഒരു 8,000 രൂപയെ കുറിച്ചാണ്. തീർച്ചയായിട്ടും അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത് മാച്ച് ഫണ്ടാണ്. മാച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് സമാഹരിച്ച ഫണ്ടാണ് 8,000 റുപ്പീസ്. സോ ദ സ്പെഷ്യൽ പർപ്പസ് ഹിയർ ഈസ് ടു കണ്ടക്ട് എ മാച്ച് ഓർ ടൂർണമെന്റ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. മാച്ച് ഫണ്ട് എന്ന് പറയുന്ന ഈ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? ആസ് വി നോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ഇത്തരം സ്പെഷ്യൽ പർപ്പസ് ഫണ്ടുകൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. അടുത്ത ഇനത്തിലോട്ട് കടക്കാം. ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000 രൂപ. സോ വാട്ട് ഡസ് ദിസ് ഡൊണേഷൻ ഡിനോട്ട്സ്? ഈ സംഭാവന സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി തന്നെ നൽകിയേക്കുന്ന ഡൊണേഷൻ ആണ്. മാച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് നൽകിയേക്കുന്ന സംഭാവനയാണ് ഈ 5,000 രൂപ. അതുകൊണ്ട് തന്നെ മാച്ച് ഫണ്ട് ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്ന ഒരു ഡൊണേഷനായിട്ട് തന്നെ ഇതിനെ കരുതി ഫണ്ടിന്റെ ഒപ്പം നമുക്കിതിനെ കൂടി ആഡ് ചെയ്ത് കാണിക്കാം. This donation for match fund ₹5,000 is to be added to match fund and shown on the liability side of the balance sheet. അഡീഷൻ ആയിട്ട് തന്നെ അവിടെ തന്നെ നമ്മൾ കാണിച്ചു പോകേണ്ട ഒരു എമൗണ്ട് ആണ് ഈ ഡൊണേഷൻ. കാരണം മാച്ച് ഫണ്ടിലേക്ക് നൽകിയ സംഭാവനയാണിത്. മാച്ച് ഫണ്ട് നമുക്ക് ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന ഒരു തുകയായിട്ട് തന്നെ ഇതിനെ കണക്കാക്കി ഫണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്ത് ബാലൻസ് ഷീറ്റിൽ തന്നെ ഇത് രേഖപ്പെടുത്തി കാണിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഐറ്റം ഈസ് റിഗാർഡിംഗ് ദ സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് 7,000 രൂപ. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ്? നമുക്കറിയാം, ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു മാച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലേക്കായിട്ട് കാണികളുണ്ടാവും. കാണികൾക്ക് ടിക്കറ്റ് നമ്മൾ വിൽപ്പന നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വിൽപ്പനയിലൂടെ കാണികളിൽ നിന്നും സമാഹരിക്കപ്പെട്ട ഈ വരുമാനമാണ് 7,000 രൂപയായിട്ട് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. സോ ദിസ് ഈസ് ആൻ ഇൻകം ഒബ്റ്റെയിൻഡ് ഫ്രം കണ്ടക്ടിങ് സച്ച് എ മാച്ച്. അപ്പോൾ ഈ 7,000 രൂപ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇൻകംസ് ഉണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതിന് പകരം ആ ഫണ്ട് കാണിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ ഈ ഇൻകം ആ ഫണ്ടിന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്ത് കാണിക്കണം. സോ ദാറ്റ് മീൻസ് ദിസ് സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ്സ് which is an income to the organization should be added to the match fund and shown on the liability side of the balance sheet itself. അവിടെ തന്നെയാണ് നമ്മളിത് കാണിക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഇനം എന്ന് പറയുന്നത് മാച്ച് എക്സ്പെൻസുകളെ കുറിച്ചാണ്. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, മാച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് നേരിടേണ്ടി വന്ന ചെലവിനെ കുറിച്ചാണ് അത് പറയുന്നത്. 16,000 രൂപയുടെ ചെലവ് നമ്മൾ നേരിട്ടു. തീർച്ചയായിട്ടും മാച്ച് ഫണ്ട് കുറയ്ക്കുന്ന ഒരു ഇനമാണ് ഈ ചെലവെന്ന് പറയുന്നത്. നമ്മൾ സമാഹരിച്ച ഫണ്ടിൽ നിന്നും നമുക്ക് ചെലവാക്കേണ്ടി വന്ന തുക ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എക്സ്പെൻസ് സൈഡിൽ കാണിക്കുന്നതിന് പകരം നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഈ ഫണ്ടിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡിഡക്റ്റ് ചെയ്തു കാണിക്കണം. So we have to deduct the 16,000 rupees incurred towards the match expenses from the match fund on the liability side of the balance sheet. സോ ട്രീറ്റ്മെന്റ് വ്യക്തമായെന്ന് തന്നെ വിചാരിക്കുകയാണ്. 4 ഇനങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മാച്ച് ഫണ്ട് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് ഷോൺ ആസ് ആൻ അഡീഷൻ ടു ദ മാച്ച് ഫണ്ട്.
sale of match tickets being an income, it should be added to the match fund and shown on the balance sheet. And the last item, match expenses, we have to deduct amount from match fund and shown on the same side of balance sheet. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി പഠിച്ചു. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും ഇതിൻ്റെ രേഖപ്പെടുത്തൽ വരാൻ സാധ്യതയുണ്ട്. ഈ പറയുന്ന ഇൻഫർമേഷനിൽ ഏതൊക്കെ സൈഡിലാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മാച്ച് ഫണ്ടായിട്ട് നമ്മുടെ മുമ്പിൽ നൽകിയേക്കുന്ന 8,000 റുപ്പീസിനെ സ്പെഷ്യൽ പർപ്പസ് ഫണ്ട് എന്നുള്ള ഗണത്തിൽപ്പെടുത്തി മാച്ച് ഫണ്ടായിട്ട് തന്നെ ഇന്നർ കോളത്തിൽ രേഖപ്പെടുത്തി കാണിക്കുന്നു. കാരണം അതിനോടൊപ്പം ഇൻകംസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യും വേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഇന്നർ കോളത്തിലാണ് മാച്ച് ഫണ്ട് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ ഇനമായിട്ട് ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000 രൂപ നമ്മൾ പഠിച്ചു. ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ മാച്ച് ഫണ്ട് ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ഇറ്റ് സെൽഫ് ആസ് ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000. ദ ടോട്ടൽ വിൽ ബിക്കം 13,000. വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എന്ന് നോക്കാം. ദ തേർഡ് ഐറ്റം is sale of match tickets 7,000. Being a sale and income is generated, we have to add this 7,000 rupees towards the above total as sale of match tickets 7,000. Now the total will become 20,000 rupees. And as the next step, we have to deduct the match expenses rupees 16,000 from this fund. That is match expenses 16,000 രൂപ നമ്മൾ ഇതിൽ നിന്നും ലെസ് ചെയ്യണം. അപ്പോൾ മാച്ച് ഫണ്ടായിട്ട് നമ്മുടെ കൈവശം മിച്ചം ഇരിക്കുന്ന തുക എന്ന് പറയുന്നത് 4,000 രൂപയാണ്. അതിനെയാണ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഔട്ടർ കോളത്തിൽ മാച്ച് ഫണ്ട് ബാലൻസ് ആയിട്ട് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ഈ ഫണ്ടിൽ ഇനി നമ്മുടെ കയ്യിൽ മിച്ചമുള്ളത് 4,000 റുപ്പീസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ബി പാർട്ടും കൂടി ഒന്ന് പരിശോധിക്കാം. ആവശ്യപ്പെട്ടേക്കുന്ന ഇതാണ്: വാട്ട് വിൽ ബി ദ എഫക്റ്റ് ഇഫ് മാച്ച് എക്സ്പെൻസസ് ഗോ അപ്പ് ബൈ 6,000 അതർ തിങ്സ് റിമൈനിങ് ദ സെയിം. അർത്ഥം എന്താണ്? മേൽ പറഞ്ഞ ഉദാഹരണത്തിൽ മാച്ച് എക്സ്പെൻസുകൾ 6,000 രൂപയും കൂടി വർദ്ധിക്കപ്പെട്ടാൽ ബാലൻസ് ഷീറ്റിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ബാക്കി ഒരു ഇനങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടില്ല. ആകെ മാറ്റം വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ മാച്ച് എക്സ്പെൻസ് ആയിട്ട് നമ്മുടെ മുമ്പിലുള്ള 16,000 രൂപ ഒരു 6,000 രൂപയും കൂടി ആ ചെലവിനത്തിൽ വർദ്ധിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ 16,000 റുപ്പീസിന്റെ കൂടെ ഒരു 6,000 റുപ്പീസിന്റെ എക്സ്പെൻസ് കൂടി എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ മാച്ച് ഫണ്ടിൽ എന്താണ് വരുന്ന മാറ്റം അല്ലെങ്കിൽ ഇമ്പാക്റ്റ്? പഴയ ഇൻഫർമേഷൻ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. അതിനകത്ത് വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത്, ആസ് പെർ ദ സെക്കൻഡ് ആസ്പെക്ട്, ദ മാച്ച് എക്സ്പെൻസസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ ₹6,000. ദാറ്റ് ഈസ് ഓൾറെഡി the match expenses is 16,000 plus 6,000 will become 22,000 instead of 16,000. 16,000 പകരം 22,000 രൂപയായിട്ടത് മാറുന്നു. സോ അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും നമ്മൾ കാണിച്ചു. അതിനകത്ത് മാച്ച് ഫണ്ട് ആസ് യൂഷ്വൽ വി ഹാവ് ടു ഷോ ഓൺ ദ ലയബിലിറ്റി സൈഡ് 8,000 റുപ്പീസ്. പിന്നീട് നമ്മൾ ചെയ്ത് അതിനോടൊപ്പം ഡൊണേഷൻ ഫോർ മാച്ച് ഫണ്ട് 5,000 രൂപ ആഡ് ചെയ്തു. ദെൻ സെയിൽ ഓഫ് മാച്ച് ടിക്കറ്റ് 7,000 റുപ്പീസ് അതിനോടൊപ്പം വീണ്ടും നമ്മൾ ആഡ് ചെയ്തു. ടോട്ടലായിട്ട് കിട്ടിയത് 20,000 രൂപയായിരുന്നു. ഇനിയാണ് നമ്മൾ ബി പാർട്ട് പരിഗണിക്കാൻ പോകുന്നത്. ബി പാർട്ടിൽ ആവശ്യപ്പെട്ട പ്രകാരം മാച്ച് എക്സ്പെൻസസിൽ നമ്മളൊരു 6,000 രൂപയുടെ വർധനവ് വരുത്തിയതായിട്ട് കണ്ടു. നിലവിൽ 16,000 രൂപ മാച്ച് എക്സ്പെൻസസ് എന്നുള്ളത് 6,000 കൂടി വർദ്ധിക്കപ്പെട്ട് അത് 22,000 ആയിട്ട് മാറുമ്പോൾ ലയബിലിറ്റി സൈഡിൽ സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. നിലവിൽ ഫണ്ടിൽ ആഡ് ചെയ്യേണ്ടതെല്ലാം കൂടി ആഡ് ചെയ്ത് 20,000 രൂപയുടെ ടോട്ടലാണ് നിലനിൽക്കുന്നത്. സോ അതിൽ നിന്നും പുതുതായി വർദ്ധിപ്പിക്കപ്പെട്ട മാച്ച് എക്സ്പെൻസസ് ആയിട്ടുള്ള 22,000 രൂപ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുവാണ്. സോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ എക്സ്പെൻസും കൂടി ഉൾക്കൊള്ളാൻ തക്കതായിട്ടുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ പര്യാപ്തമല്ല. അതായത് 22,000 രൂപയുടെ എക്സ്പെൻസ് നേരിടാനായിട്ട് കയ്യിലുള്ള ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ഫണ്ടും ഡൊണേഷനും ടിക്കറ്റ് വിൽപ്പനയിലൂടെ സമാഹരിച്ച തുകയടക്കം 20,000 രൂപയെ നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളൂ. സോ 20,000 നിന്നും 22,000 ലെസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫിഗറിലോട്ട് പോകേണ്ടി വരുന്നു. ഫണ്ടിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്നു 2,000 രൂപ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 2,000 രൂപ നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട്, അതായത്
ഷോർട്ടേജിലോട്ട് പോയ അല്ലെങ്കിൽ ഡെഫിഷ്യൻസിയിലോട്ട് പോയ ഈ എമൗണ്ട് ഇവിടെ ലയബിലിറ്റി സൈഡിലല്ല കാണിക്കേണ്ടത്. പകരം ഈ 2000 റുപ്പീസ് നെഗറ്റീവ് ഫിഗറിനെ നമുക്ക് സംഭവിച്ച നഷ്ടമായിട്ട് കണക്കാക്കി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് ഈ ഇനത്തിൽ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ഭാഗം പരിഗണിച്ചപ്പോൾ മാച്ച് എക്സ്പെൻസസിൽ വന്ന എക്സ്ട്രാ 6000 രൂപയുടെ വർധനവ് കാരണം നമ്മുടെ ഫണ്ടിൽ 2000 രൂപയുടെ ഷോർട്ടേജ് അനുഭവപ്പെട്ടു. അപ്പം നോർമലി ഈ ഷോർട്ടേജ് ഫിഗർ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതിന് പകരം ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഡെഫിഷ്യൻസി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. അതാണ് ഈ രണ്ടാമത്തെ പാർട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട പുതുതായിട്ടുള്ള ഒരു കാര്യം. ഇതാണ് സ്പെഷ്യൽ പർപ്പസ് ഫണ്ടിൽ വരുന്ന പ്രധാനപ്പെട്ട കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത്. ഷോർട്ടേജ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ഈ 2000 രൂപ നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതിന് പകരം വി ഹാവ് ടു ഷോ ദാറ്റ് എമൗണ്ട് ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദാറ്റ് ഈസ് ദിസ് നെഗറ്റീവ് എമൗണ്ട് ഇൻ മാച്ച് ഫണ്ട് വിൽ നോട്ട് ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇൻസ്റ്റെഡ് 2000 rupees shortage in the match fund will have to be debited to income and expenditure account. ഈ രീതിയിലാണ് ഈ നെഗറ്റീവ് എമൗണ്ടിനെ നമ്മൾ രേഖപ്പെടുത്തി കാണിക്കേണ്ടത്. ഹായ് സ്റ്റുഡൻസ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എപ്പിസോഡ് വളരെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കൂടി ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ ട്രീറ്റ്മെന്റ് ഓഫ് പെക്യുലർ ഐറ്റത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഇനങ്ങളും നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ പ്രോബ്ലം സൈഡിലോട്ട് കടക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട നമ്മുടെ പ്രോബ്ലത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ചില അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നതിനെ കുറിച്ച് ഉദാഹരണ സഹിതം നമുക്ക് കൂടുതൽ ഡിസ്കഷനിലോട്ട് പോകാം. ആ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് പതുക്കെ പ്രോബ്ലത്തിലോട്ട് നമുക്ക് കടക്കുകയും ചെയ്യാം. ഒരു കാര്യം കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനോടകം അടുത്ത ചാപ്റ്റർ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ വേഗം അടുത്ത ടോപ്പിക്കുകൾ പെട്ടെന്ന് പ്രസന്റ് ചെയ്ത് ആ ഒരു മത്സര രംഗത്തേക്ക് കടക്കാൻ തൽക്കാലത്തേക്ക് ഞാൻ ഇല്ല. അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അവതരിപ്പിക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ഇന്നും അതുപോലെ തന്നെ നാളെയും പ്രയോജനപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിലോട്ട് ആഴത്തിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുത്തും സ്ട്രെയിൻ എടുത്തും തന്നെയാണ് ഈ ഓരോ എപ്പിസോഡുകളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിലേ സ്വാഭാവികമായിട്ടും എൻ്റെ സൈഡിൽ നിന്ന് വരാം. എന്നാലും നമ്മൾ ഇച്ചിരി സമയം എടുത്താണേലും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ കണ്ടന്റ് മുഴുവൻ കവർ ചെയ്യത്തക്ക രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ള ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങളും തീർച്ചയായിട്ടും എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ ഓരോ പ്രസന്റ് ചെയ്യപ്പെട്ട കണ്ടന്റും നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ തീർച്ചയായിട്ടും എന്നിലേക്ക് എത്തിക്കുക. ആ മാറ്റങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. അടുത്തൊരു വ്യത്യസ്തമായിട്ട് ടോപ്പിക്കുമായിട്ട് അതിൻ്റെ കാൽക്കുലേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ. താങ്ക് യു.